ഇന്ത്യൻ ടീമിന്റെ അടുത്ത പരമ്പര ബംഗ്ലാദേശുമായിട്ടുള്ള ടെസ്റ്റാണ്. നിലവിൽ ഇന്ത്യൻ താരങ്ങൾ T20 ഏകദിനമാണ് കളിക്കാറ്. ടെസ്റ്റ് കളിച്ചിട്ട് ഒരുപാട് കാലമായി. ഇപ്പോഴിതാ ബംഗ്ലാദേശുമായിട്ടുള്ള ആദ്യത്തെ ടെസ്റ്റിന് മുന്നോടിയായിട്ട് ഇന്ത്യയുടെ സീനിയർ താരങ്ങൾ പരിശീലന മത്സരങ്ങൾ കളിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബംഗ്ലാദേശ് പേടിച്ചിരിക്കുകയാണ്. അതുപോലത്തെ പ്രകടനമാണ് ഇന്ന് ഇന്ത്യ പുറത്തെടുത്തത്. ഇന്ത്യൻ താരങ്ങൾ പരിശീലന മത്സരം കളിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ താരങ്ങൾ ടെസ്റ്റിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനു മുന്നോടിയായിട്ടാണ് ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത്. പരിശീലന സെക്ഷനിൽ രോഹിത് ശർമ്മ അടിച്ചു കളിച്ചു. മികച്ച ബാറ്റിംഗ് ആണ് രോഹിത് ഇന്ന് കാഴ്ചവെച്ചത്. രോഹിത് മാത്രമല്ല, കോഹ്ലിയും. കോഹ്ലിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫോർമാറ്റ് ടെസ്റ്റാണ്. അതുകൊണ്ട് തന്നെ കോഹ്ലി ഇന്ന് മികച്ച രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിനെ തോൽപ്പിക്കാൻ ബംഗ്ലാദേശിന് സാധിക്കില്ല. ബംഗ്ലാദേശ് ഇന്ത്യക്ക് ഒരു എതിരാളി പോലും ആയിരിക്കില്ല. ഈസി ആയിട്ട് ഇന്ത്യ കളി ജയിക്കുമെന്നത് ഉറപ്പാണ്. 3 ടെസ്റ്റാണ് ഇന്ത്യ ബംഗ്ലാദേശുമായിട്ട് കളിക്കുന്നത്. ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നീട് T20 ആണ്. 3 T20യും ഇന്ത്യ ബംഗ്ലാദേശുമായിട്ട് കളിക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ടെസ്റ്റിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ താരങ്ങൾക്ക് പ്രത്യേക പരിശീലനമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ ടെസ്റ്റ് കളിച്ചിട്ട് കുറെ കാലമായി. അതുകൊണ്ട് കോച്ച് ഗൗതം ഗംഭീർ, രോഹിത് ശർമ്മ അടക്കം ഇന്ത്യൻ താരങ്ങളെ ടെസ്റ്റ് കളിപ്പിച്ചിരിക്കുകയാണ്. ദ്രാവിഡിനെ പോലെ റെസ്റ്റ് എടുത്ത് വീട്ടിൽ പോയി താമസിക്കുന്ന ആളല്ല കോച്ച് ഗൗതം ഗംഭീർ. എപ്പോഴും ഇന്ത്യൻ ടീമിനോടൊപ്പം തന്നെ കോച്ചുണ്ട്. ഗംഭീർ ഇന്ത്യൻ ടീമിനെ വേറെ തലത്തിലേക്ക് ഉയർത്തുമെന്നാണ് ആരാധകർ പറയുന്നത്. ഗംഭീർ എപ്പോഴും സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. സഞ്ജുവിനെയും ബംഗ്ലാദേശ് ടെസ്റ്റിലേക്ക് വിളിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സഞ്ജുവിനെ ടെസ്റ്റ് കളിപ്പിക്കാനാണ് ഗംഭീറിന്റെ പദ്ധതി. സഞ്ജുവിനെ 3 ഫോർമാറ്റിലും ഗംഭീർ കളിപ്പിക്കും. ഇന്നത്തെ പരിശീലനത്തിൽ ഞെട്ടിച്ചത് രോഹിത് ശർമ്മയും കോഹ്ലിയുമായിരുന്നു. അപ്പോൾ നമുക്ക് ബംഗ്ലാദേശ് ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.